ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എഡിൻ്റെ 4th സെമ്മിലെ ഒരു ജനറൽ പേപ്പറായിട്ടുള്ള ഇലക്റ്റീവ് പേപ്പറിൽ 14.3 EDU 14.3 എഡ്യൂക്കേഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡിൻ്റെ 4th യൂണിറ്റാണ്. ഓക്കെ, 4th യൂണിറ്റ് കംപ്ലീറ്റ് പറയുന്നില്ല, നമ്മൾ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് വീഡിയോസ് എന്ന് വെച്ചാൽ ഷോർട്ട്സ് അല്ല, എന്നാൽ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള വീഡിയോസായിട്ട് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചായിട്ട് ഒരു നാല് പാർട്ടായിട്ടാണ് ഞാൻ യൂണിറ്റ് 4 അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 4 പാർട്ടാക്കി തിരിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ യൂണിറ്റ് 4 എന്താണ്? എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിഫറൻ്റ്ലി ഏബിൾഡ്. എങ്ങനെയാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് മെത്തേഡ്സ്, അതായത് നിലവിലുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ പ്രാക്ടീസസ് എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. 4 ടൈപ്പിലാണുള്ളത്. ഓക്കെ, 4 ടൈപ്പിൽ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ലെക്ചർ നോട്ടായിട്ട് എഴുതി വെച്ചോളൂ. സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷൻ ഒന്നാമത്തെയാണ്. സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷൻ, ഇതിനെ പറ്റിയിട്ടാണ്, സ്പെഷ്യൽ സ്കൂൾ എഡ്യൂക്കേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. രണ്ടാമതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. മൂന്നാമത്തെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നാലാമത്തെ എഡ്യൂക്കേഷൻ ഓഫ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. ഓക്കെ, അങ്ങനെ 4 പാർട്ടായിട്ടാണ് നമ്മളിതിനെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ്, നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂട്ടണില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു എഡ്യൂക്കേഷണൽ പ്രാക്ടീസാണ് എഡ്യൂക്കേഷണൽ സ്കൂൾ അസോസിയേഷൻ ഓർ എഡ്യൂക്കേഷണൽ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഡിസബിലിറ്റീസ് എഡ്യൂക്കേഷൻ ആക്ട്, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രമാണിച്ച് അല്ലെങ്കിൽ അതിനെ നോക്കിയിട്ട് ഒരു ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ആക്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഈസ് സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മീറ്റ് ദ യുണീക്ക് നീഡ്സ് ഓഫ് എ ചൈൽഡ് വിത്ത് ഡിസബിലിറ്റി. എന്താണ് പറയുന്നത്? അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പ്രത്യേകമായിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അതിനുതകുന്ന തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് അവർക്ക് മാത്രം, അങ്ങനെയുള്ള കുട്ടികളെ മാത്രം പരിഗണിച്ചു പോകുന്ന എഡ്യൂക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അവരുടെ ആ യുണീക്ക് നീഡ്സ് എന്തൊക്കെയാവാം, യുണീക്ക് നീഡ്സ് എന്തൊക്കെയാവാം എന്നുള്ളതാണ് ഇനി അടുത്തത് പറയുന്നത്. എന്തൊക്കെ തന്നെയായിരിക്കാം അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് ഒന്നും പറ്റൂലല്ലോ. ഇപ്പോൾ ഈ കണ്ണ് കാണാത്ത കുട്ടികൾക്ക്, ചെവി കേൾക്കാത്ത കുട്ടികൾക്ക്, അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ സ്പെഷ്യലായിട്ടുള്ള എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ് ആവശ്യമാണ്. അപ്പോൾ സ്പെഷ്യൽ മെറ്റീരിയൽസ് തന്നെയാണ് ഫസ്റ്റത്തെ അവരുടെ നീഡ് എന്ന് പറയുന്നത്. രണ്ടാമത് അത് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ്. ഓക്കെ, അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ആവശ്യമാണ്. അതേപോലെ എക്യുപ്മെൻറ്റ്സും നമ്മളെ സ്കൂളിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും ഒക്കെ എന്തിനാവശ്യമാണ്? ഈ കുട്ടികൾക്ക് ആവശ്യമാണ്. ഇതാണ് മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ. ഓക്കെ, ഇത് കൂടാതെ എന്തൊക്കെ വരും? അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അതിപ്പോൾ സ്കൂളിനകത്തായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ. അതുപോലെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, അല്ലെ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കോൺഫിഡൻസ് ലെവൽ വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ലെവല് മെഷർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലമൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അതിന് അനുസരിച്ചുള്ള തെറാപ്പികൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെന്താ, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ നമ്മളാലാവുന്ന വിധം ഹെൽപ്പ് ചെയ്യുക. അതായത് ഫിനാൻഷ്യലി അല്ല പറയുന്നത്, അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ഫിസിക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുക. പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക. ഇതൊക്കെ അവരുടെ എന്താണ്, ഒരു യുണീക്ക് നീഡ്സാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അല്ലേ? പക്ഷേ എന്ത് തന്നെയായാലും ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുതന്നെയാണ്? ഫൈൻഡിങ് ആൻഡ് ക്യാപിറ്റലൈസിങ് ദെയർ എബിലിറ്റീസ്. കുട്ടികൾക്ക് നമ്മളിപ്പോൾ അവരെ ഡിസേബിൾഡ് എന്നല്ല വിളിക്കുന്നത്, അല്ലേ, നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ പ്രത്യേകതരം കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുകയും അതിനെ
കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക, അവരെ ആ ഒരു സ്കില്ലിൽ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിയിൽ അവരെ ഏറ്റവും ടോപ്പിലെത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ ഒരു കോർണർ സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിനെ കുറിച്ചിട്ടാണ്, IEP. ഓക്കെ, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ, അതായത് നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ലേണിംഗ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ലേണിംഗ് ഗോൾസ്, അവർക്ക് കിട്ടുന്ന സ്പെഷ്യൽ സർവീസസ്, അതൊക്കെ നമ്മൾ റെക്കോർഡ്സായിട്ട് നോട്ട് ചെയ്ത് വെക്കില്ലേ, അതിനെയാണ് അങ്ങനെ ഡോക്യുമെൻ്റായിട്ട് സേവ് ചെയ്ത് വെക്കുന്ന, റെക്കോർഡായിട്ട് വെക്കുന്ന ഒരു ഇതിനെയാണ് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ IEP എന്ന്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് ഈ ഭാഗത്തുനിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റോൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ്. ഓക്കെ, ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷന് അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ റോൾ എന്താണ്? അവർക്കായിരിക്കും, നമ്മുടെ റെഗുലർ ടീച്ചേഴ്സിനെക്കാട്ടിലും അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ പറയുക, വർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക ഏറ്റവും കൂടുതൽ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനായിരിക്കും തന്നെ പറയണം, അല്ലേ? അപ്പോൾ അത് ടീച്ചറായിട്ടും, മറ്റേ ടൈം ടീച്ചറായിട്ടും അതുപോലെ പാരൻ്റായിട്ടും ആക്ട് ചെയ്യേണ്ടതുണ്ട് ടീച്ചേഴ്സ്, അല്ലേ? അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ടീച്ചർ എന്താണ്, ടീച്ചറിനോട് കൊടുക്കേണ്ടത് എന്താണെന്നുള്ളതൊക്കെ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊന്നും നമുക്ക് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്യാനൊന്നും കുട്ടികൾക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ അറ്റ് എ ടൈം ടീച്ചറും പാരൻറ്റും ആകണം, അല്ലേ? അപ്പോൾ അതേപോലെ അങ്ങനെയുള്ള കുട്ടികളുടെ പാരൻസിന് നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കണം. പിന്നെ അവരുടെ കഴിവിനെ കാര്യങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും അത് തിരിച്ചറിയുക, ഫസ്റ്റ് ഓഫ് ഓൾ അത് തിരിച്ചറിയുക, ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും കുറേ ആക്ടിവിറ്റീസ് കൊടുക്കാനൊക്കെ ടീച്ചേഴ്സിന് സാധിക്കണം, അല്ലേ? അതുപോലെ കുട്ടികളെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുന്നവരാണ് ടീച്ചേഴ്സ്. ഇത്തരം കുട്ടികളെ കൂടുതൽ ഒബ്സേർവ് ചെയ്യുന്നവരായിരിക്കണം ടീച്ചേഴ്സ്, അല്ലേ? അതുപോലെ ഇപ്പോൾ അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇവരാവുന്ന സഹായങ്ങൾ, ഇപ്പോൾ ഇവർ കുറച്ച് IEP ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഇമ്മീഡിയറ്റ്ലി അവർക്ക് എന്തെങ്കിലും മെഡിക്കേഷനൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനെയാണ് സാധിക്കുള്ളൂ, അല്ലേ? ഭൂരിഭാഗം സമയവും ടീച്ചറുടെ കയ്യിലാണ് കുട്ടിയിരിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് നല്ലൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, കുട്ടികളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സൊക്കെ തിരിച്ചറിയുക, അതുപോലെ അവരുടെ സോഷ്യൽ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക, അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ അത് തിരിച്ചറിഞ്ഞ് അതേപോലെ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കുക. പിന്നെന്താണ്, അവർക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം, അല്ലേ? അവരിപ്പോൾ അവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്, സ്കൂൾ എന്താണ്, എന്തിനാണ് പഠിക്കുന്നത്, എന്താകണം എന്നുള്ളതൊക്കെ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുന്നത് ടീച്ചേഴ്സാണ്. ഓക്കെ, പിന്നെ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, കുട്ടികൾക്ക് അതായത് അവർക്കിപ്പോൾ കാലുകൊണ്ട് വയ്യ അല്ലെങ്കിൽ കൈ കൊണ്ട് വയ്യ, കണ്ണ് കാണാത്തവരാണ്, അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആവരുത്, അല്ലേ? അവർ മെൻ്റലി സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിനൊരു കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആർക്കാണ് പറ്റുക? ടീച്ചറിനാണ് പറ്റുക, അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ ആവാൻ പറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ സാധിക്കുന്നത്. അതുപോലെ പിയർ ഇൻറ്ററാക്ഷൻ, കുട്ടികളുമായിട്ട് പരസ്പരം ഇൻറ്ററാക്ട് ചെയ്യാനുള്ള തരത്തിലൊക്കെ ഉള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുക്കുക, ഗ്രൂപ്പ് ആക്ടിവിറ്റിയൊക്കെ കൊടുക്കുക, അഡാപ്റ്റബിലിറ്റി, എവിടെ കൊണ്ടിട്ടാലും കുട്ടികൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള തരത്തിൽ ഓരോ സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ആ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സോൾവ് ചെയ്യുന്ന ഒരാളായിട്ട്, അല്ലെങ്കിൽ എനിക്കെന്ത് പ്രശ്നം വന്നാലും എൻ്റെ ടീച്ചറുണ്ട് എൻ്റെ കൂടെ എന്നുള്ളൊരു തോന്നൽ കുട്ടികൾക്ക് ഉണ്ടാവണം. അവർക്ക് എന്ത് സാഹചര്യങ്ങൾ വേണമെങ്കിൽ ഒരുക്കി കൊടുക്കാൻ പറ്റണം. അവരുടെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയാനും അത് സോൾവ് ചെയ്യാനുമുള്ള കഴിവ് ടീച്ചർക്ക് ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുമോ, ഈ ഭാഗത്തുനിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട്. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ ബൈ.